സഹൃദയരെ കലാസ്നേഹികളെ, ഞാൻ ഇന്ന് കാണുമെന്ന് വെച്ചിരുന്നിട്ട് കാണാൻ പോകാൻ പറ്റാതെ ഈസിക്ക് കയറാന്ന് പറഞ്ഞു പോയി കണ്ട് ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയണേ. ഞാൻ ട്രെയിലറെ കണ്ട കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പടം ലോകേഷ് കുറെ നാളായിട്ട് ഫ്ലോപ്പ് മൊണ്ണയടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കരുതി ഓക്കെ എന്തായാലും കാണാം. ഭാമിക ഗംഭീക്ക് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നടീനെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ല ഭാമിക ഗംഭീക്ക് വേണ്ടി അല്ല പോയി അങ്ങനെ എന്ന് വിചാരിക്കരുത്. അതല്ല, ലോകേഷ് ഇസ് ദെയർ. അപ്പോൾ ലോകേഷ് പിന്നെ അനിരുദ്ധ് ഒക്കെ മ്യൂസിക് ഒക്കെ എനിക്ക് പടത്തിന് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിന്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത്. അതുപോലെ ഇതിന്റെ ഫ്രെയിംസ് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഒരു വ്യത്യാസം തോന്നി. അപ്പൊ ഞാൻ ചുമ്മാ യാതൊരു പ്രതീക്ഷയില്ല പടമാണ്. എന്റെ പൊന്നെ, ഇവിടെ ഇത് കീടില്ല പടമാണ്. അന്യായ സിനിമ ഞാൻ എനിക്കിത് ലൈക്ക് റിപ്പീറ്റ് ആയിട്ട് ഒന്നും കൂടി കാണണം. എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോൾ വന്നിട്ട് വെള്ളച്ചടിച്ചിടുന്നതാണ്. എന്ന് വെച്ചാൽ ലെവൽ സിനിമ വേറെ ലെവൽ ഐറ്റം. പടം 18+ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ യാതൊരു തരത്തിൽ നമുക്ക് ഈ വയലൻസ് അങ്ങനത്തെ ഒരു ബ്രൂട്ടാലിറ്റി ഒന്നും കാണാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും പടത്തിന് പോയത്. കുറേ സാധനങ്ങളുണ്ട്. അഡൾട്ടാണ്, സ്ട്രിക്റ്റ് അഡൾട്ട് പടമാണ്. അതിനകത്ത് ഈ ഫൗൾ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലേഡീസ് പടത്തിന് കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അഡൾട്ട് ആണെങ്കിലും ലേഡീസ് കുറച്ച് ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ കുറേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കറക്റ്റ്നെസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ദയവ് ചെയ്ത് പടത്തിന് പോരും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒഫൻസീവായിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുമില്ല. എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ ടീമിനെ ആരെയും ഞാൻ ഒന്നെടുത്ത് പറയുന്നില്ല. മേക്കിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, ക്യാപ്റ്റൻ മില്ലർ ആണ് ഇതിന് മുന്നേ ഇതിന്റെ ഡയറക്ടർ ചെയ്ത പടമെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ടറാണോ സ്റ്റോറി പ്ലേ ഞാൻ എന്തായാലും ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ലോകേഷിനെയും ഭാമികയും അനിരുദ്ധിനെയും മാത്രമേ കണ്ടുള്ളൂ. ബട്ട് ആരാണെങ്കിലും ഈ പടം വീട്ടില പടം വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. അതായത് നിങ്ങളൊരു ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ, ഈ മാസ് മസാല ഡ്രാമാറ്റിക് ആയിട്ടുള്ള റിവെഞ്ച് ടൈപ്പ് ഓഫ്, അല്ല റിവെഞ്ച് അല്ല, ഇങ്ങനെ ഇതൊരു റിവെഞ്ച് അല്ല, ആക്ച്വലി ഒരു സർവൈവിംഗ് ആണ്. സർവൈവർ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ വിസിലടി തിയേറ്റർ ചെയ്ത് അമ്മാതിരി പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. പടം ട്രീറ്റ് ആണ്. എന്റെ പോലെ എപ്പിക് സാധനം. കിട്ടില്ല പടം.